നമസ്കാരം. പ്രധാന വാർത്തകൾ. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലെത്തി പ്രിയങ്ക ഗാന്ധി. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലെത്തി വയനാട് MP പ്രിയങ്ക ഗാന്ധി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനൊപ്പമാണ് പ്രിയങ്ക എത്തിയത്. രാധയുടെ വീട്ടിലേക്കുള്ള യാത്രക്കിടെ വയനാട് കണിയാറത്ത് പ്രിയങ്ക ഗാന്ധിക്ക് നേരെ CPM പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. കാർണവർ വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷ ഇളവ് തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. ഭാസ്കര കാർണവർ വധക്കേസിൽ ഒന്നാം പ്രതി ഷെറിന്റെ ശിക്ഷയിൽ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ജീവപര്യന്തം തടവിനാണ് ഷെറിൻ ശിക്ഷിക്കപ്പെട്ടത്. ഇത് 14 വർഷമായി ഇളവ് ചെയ്യാനാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായത്. ഭാസ്കര കാർണവരെ മകന്റെ ഭാര്യയായ ഷെറിൻ 2009 നവംബറിലാണ് കൊലപ്പെടുത്തിയത്. സ്ത്രീധന പീഡന പരാതി ഭർത്താവായ SIയെ സസ്പെൻഡ് ചെയ്തു. കൊല്ലം പരവൂരിൽ SIമാർക്കെതിരായ സ്ത്രീധന പീഡന അതിക്രമ കേസിൽ പരാതിക്കാരിയുടെ ഭർത്താവായ SIയെ സസ്പെൻഡ് ചെയ്തു. വർക്കല SI ആയിരുന്ന S അഭിഷേകിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് റേഞ്ച് DIG ഉത്തരവിറക്കി. കേസിലെ മറ്റൊരു പ്രതിയായ SI ആശയെ പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. യുവതിയുടെ പരാതിയിൽ പരവൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് നിലവിൽ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിട്ട് ആരോപണ വിധേയർക്കെതിരെ നടപടി ഉണ്ടാകാതെ വന്നതോടെ യുവതി മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകി. ഇതിന് പിന്നാലെയാണ് യുവതിയെ മർദ്ദിച്ചു എന്നതുൾപ്പെടെ ആരോപണം നേരിടുന്ന വനിതാ SIയെ സ്ഥലം മാറ്റിയത്. ബൈക്കിന് മുകളിലൂടെ വാഹനം കയറിയിറങ്ങി യുവാവിന് ദാരുണാന്ത്യം. വണ്ടാഴി പുല്ലമ്പാടം സ്വദേശി വിഷ്ണുദാസാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 1:30 മുടപ്പല്ലൂർ കരിപ്പാലിക്ക് സമീപമുണ്ടായ ബൈക്ക് അപകടത്തിലാണ് വിഷ്ണുദാസ് മരിച്ചത്. വിഷ്ണുദാസ് സഞ്ചരിച്ച ബൈക്ക് അപകടത്തിന് ഇടയാക്കിയ വാഹനം ഏതെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. വിഷ്ണുദാസിന്റെ ബൈക്കിന് മുകളിലൂടെ വാഹനം കയറിയിറങ്ങിയതായും പറയുന്നുണ്ട്. ഇയാളുടെ പിന്നിൽ സഞ്ചരിച്ച രതീഷിനെ പരിക്കുകളോടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വടക്കഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ടിക്കറ്റ് എടുക്കാത്തതിനെ ചൊല്ലി തർക്കം. കന്യാകുമാരി എക്സ്പ്രസിൽ കത്തിക്കുത്ത്. കായംകുളത്തേക്ക് യാത്ര ചെയ്ത യുവാക്കൾ തമ്മിലുള്ള തർക്കത്തിനിടയിലാണ് കത്തിക്കുത്തുണ്ടായത്. ബാംഗ്ലൂരിൽ നിന്നും ട്രെയിനിൽ കയറിയ യുവാക്കൾക്ക് പാലക്കാട് വരെ മാത്രമേ ടിക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പരിശോധനയിൽ TTI ഫൈൻ ഈടാക്കി. ഇതോടെ ടിക്കറ്റ് എടുക്കാത്തതിന്റെ പേരിൽ യുവാക്കൾ തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു. കുത്തേറ്റ യുവാവിന്റെ പരിക്ക് ഗുരുതരമല്ല. പ്രതിയെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അച്ഛനെയും അച്ഛമ്മയും വിളിച്ച് നെഞ്ചുപൊട്ടിക്കരഞ്ഞ് അതുല്യയും അഖിലയും. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. നെന്മാറയിൽ ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതി വെട്ടിക്കൊലപ്പെടുത്തിയ സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വീട്ടിലെത്തിച്ച മൃതദേഹങ്ങൾക്ക് മുന്നിൽ സഹോദരങ്ങളും മക്കളും അലമുറയിട്ട് പൊട്ടിക്കരയുന്ന കാഴ്ച കണ്ടുനിന്നവരെയും കണ്ണീരണിയിച്ചു. അങ്ങേയറ്റം നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളാണ് വീട്ടിലുണ്ടായത്. സുധാകരന്റെ പെൺമക്കളായ അതുല്യയുടെയും അഖിലയുടെയും കരച്ചിൽ കണ്ടു നിൽക്കാൻ കഴിയാത്ത വിധം സങ്കടമായിരുന്നു. നെന്മാറ വാക്കാവ് ശാന്തിഗൃഹം ശ്മശാനത്തിലായിരുന്നു ലക്ഷ്മിയമ്മയുടെ സംസ്കാരം. സുധാകരന്റെ മൃതദേഹം എലവഞ്ചേരിയിലെ ശ്മശാനത്തിലാണ് സംസ്കരിച്ചത്. കണ്ണൂരിൽ തേനീച്ചയുടെ കുത്തേറ്റ് വയോധികൻ മരിച്ചു. കണിച്ചാർ സ്വദേശി ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്കാണ് തേനീച്ചയുടെ ആക്രമണത്തിൽ ഗോപാലകൃഷ്ണന് ഗുരുതരമായി പരിക്കേറ്റത്. 73 വയസ്സാണ് പ്രായം. വീട്ടിലെ പറമ്പിൽ ജോലിക്കിടെയാണ് തേനീച്ചയുടെ ആക്രമണം ഉണ്ടായത്. ഉടൻ തന്നെ കണ്ണൂരിലെ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു ഇന്ന് ഉച്ചയോടെ മരണം സംഭവിച്ചത്. കൂടെയുണ്ടായിരുന്ന 5 പേർക്കും തേനീച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. അവരുടെ പരിക്ക് സാരമുള്ളതല്ല. നെന്മാറ ഇരട്ട കൊലപാതകം പോലീസിന് വീഴ്ച പറ്റി. SHOയ്ക്ക് സസ്പെൻഷൻ. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പോലീസിന് വീഴ്ചയുണ്ടായ സംഭവത്തിൽ SHO മഹേന്ദ്ര സിംഗിന് സസ്പെൻഷൻ. ജാമ്യവ്യവസ്ഥ ലംഘിച്ച പ്രതി ചെന്താമരയുടെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾ SHOയുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെന്ന് ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നെന്മാറ പോലീസ് പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കരുതെന്ന ജാമ്യവ്യവസ്ഥ ലംഘിച്ച് ചെന്താമര പോത്തുണ്ടിയിലെ വീട്ടിലെത്തിയ വിവരമറിയിച്ചിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്നാരോപിച്ച് ബന്ധുക്കളും പ്രദേശവാസികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. സുധാകരന്റെയും മക്കളുടെയും പരാതി അവഗണിച്ചത് പോലീസിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ച ഗുരുതര വീഴ്ചയാണെന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നു. വില്ലേജ് ഓഫീസർ കൈക്കൂലി കേസിൽ പിടിയിൽ. പഴയ കുന്നുമേൽ വില്ലേജ് ഓഫീസർ D വിജയകുമാറിനെയാണ് വിജിലൻസ് സംഘം പിടികൂടിയത്. ഭൂമി തരം മാറ്റുന്നതിന് 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലായിരുന്നു പിടിയിലായത്. വിജിലൻസ് ദക്ഷിണ മേഖല ഓഫീസർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. പണയ സ്വർണ്ണ തട്ടിപ്പ്. അമ്പലപ്പുഴയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരികളും സഹായിയും പിടിയിൽ.
പണയ സ്വർണ്ണത്തിൽ തട്ടിപ്പ് നടത്തിയ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരികളും സഹായിയും പിടിയിൽ. സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ മുളമൂട്ടിൽ ഫിനാൻസിയേഴ്സിന്റെ പുറക്കാട് ശാഖയിൽ നിന്നും പണയ സ്വർണ്ണത്തിൽ തിരിമറി നടത്തി 14 ലക്ഷത്തിൽ പരം രൂപ തട്ടിപ്പ് നടത്തിയും കൂടാതെ ക്യാഷ് ചെസ്റ്റിൽ സൂക്ഷിച്ചിരുന്ന 50,000 രൂപ എടുക്കുകയും ചെയ്ത കേസിൽ പുറക്കാട് സ്വദേശികളും ഫൈനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരികളുമായ പുറക്കാട് പഞ്ചായത്ത് 17-ാം വാർഡിൽ തെക്കൻ കണിച്ചുകുളങ്ങര അമ്പലത്തിന് തെക്കുവശം ഇല്യാസ് പറമ്പ് വീട്ടിൽ സുബലന്റെ ഭാര്യ ബിന്ദു, പുറക്കാട് പഞ്ചായത്ത് 15-ാം വാർഡിൽ അണ്ണായിമഠം സ്കൂളിന് സമീപം കാരക്കപ്പറമ്പ് വീട്ടിൽ അനിൽകുമാറിന്റെ ഭാര്യ സുൽഫിയ ഹസൻ, അയൽവാസിയും സഹപാഠിയുമായ പുറക്കാട് പഞ്ചായത്തിൽ 15-ാം വാർഡിൽ അണ്ണായിമഠം സ്കൂളിന് സമീപം മൂരിപ്പാറ വീട്ടിൽ പ്രസാദിന്റെ ഭാര്യ മായ എന്നിവരാണ് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പ്രതീഷ് കുമാർ എമ്മിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്.